ഹാളിലേക്ക് ഒരു കവാടം തുറന്ന് പ്രവേശിച്ചാൽ തൊട്ടടുത്ത ഒരു ഹാളിലേക്കുള്ള 2 കവാടമാണ് കാണുന്നത്. അതിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് 4 കവാടമാണ് കാണുന്നത്, പിന്നീട് 8 എണ്ണമാണ് കാണുന്നത്, പിന്നീട് 16 എണ്ണമാണ് കാണുന്നത്, പിന്നീട് 32 എണ്ണമാണ് കാണുന്നത്, പിന്നീട് 64 എണ്ണമാണ് കാണുന്നത്, പിന്നീട് 128 എണ്ണമാണ് കാണുന്നത്, പിന്നെ 256 എണ്ണമാണ് കാണുന്നത്. അങ്ങനെ അത് ആ ഇൽമിന്റെ ദായിറ ഇങ്ങനെ വലുതായി എവിടുത്തെ ഏതുവരെ പോകും? ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബിന. എന്റെ റബ്ബിന്റെ ജ്ഞാനവചനങ്ങൾ എഴുതി തീർക്കാൻ വേണ്ടി മഹാമുദ്ദക്കയായി മാറുകയും ഭൂമിയിലുള്ള മരങ്ങളൊക്കെ ഖലമങ്ങളും ഫേനകളുമായി മാറുകയും ചെയ്താൽ പോലും ലനഫിദൽ ബഹ്റു, ആ സമുദ്രം വറ്റിപ്പോവുകയല്ലാതെ ഖബ്ലാന്തം ഫദകരിമാത്ത് റബ്ബി, എന്റെ റബ്ബിന്റെ ജ്ഞാനവചനങ്ങൾ വറ്റിപ്പോവുകയില്ല, തീർന്നു പോവുകയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു തുള്ളി വെള്ളം, നിങ്ങളെ കയ്യിലൊരു തുള്ളി വെള്ളം എടുത്തിട്ട് ഒരു വിരലിങ്ങനെ കുത്തനെ പിടിക്കുക, വിരലൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ വിരലൊന്ന് കുത്തനെ കീപ്പെട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നിന്നൊരു തുള്ളി വെള്ളം തുള്ളികളായി ഒറ്റി വീഴാറില്ലേ? ആ ഒറ്റി വീഴുന്ന ഒരു തുള്ളി വെള്ളത്തിൽ വെള്ളത്തിന്റെ തന്മാത്രകൾ എന്ന് പറയുന്ന മിനിമം അംശം, ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്നുണ്ടാകുന്ന വെള്ളം, ആ വെള്ളത്തിന്റെ മിനിമം അംശത്തിനാണ് അതിന്റെ തന്മാത്രകൾ എന്ന് പറയുന്നത്. മിനിമം വെള്ളത്തിന്റെ അംശം ഒരു തുള്ളി വെള്ളത്തിൽ എത്ര എണ്ണ ഉണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആധുനിക ശാസ്ത്രം പറയുന്നത് കോടി കോടി കോടി. എന്താ കോടി 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 എന്ന് പറഞ്ഞാൽ? കോടി ഗുണിക്കണം കോടി സമം ഗുണിക്കണം കോടി സമം 1ൽ 21 പൂജ്യം. 1 എന്ന് എഴുതിയതിന്റെ ശേഷം 21 പൂജ്യക്കാലം നമ്മൾ എന്താ വായിക്കുക? 1, 10, 100, 1000, 10,000, ലക്ഷം, കോടി. 10 കോടി, 100 കോടി, 1000 കോടി, 10,000 കോടി. 100 കോടി, 1000 കോടി, 10,000 കോടി, ലക്ഷം കോടി, 10 ലക്ഷം കോടി, അങ്ങനെ പോയിട്ട് കോടി കോടി കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു 21ാമത്തെ 21 പൂജ്യം 1 കൂടുമ്പോ 22ആയി. എന്താ വായിക്ക? കോടി കോടി കോടി. എന്താ ഇവ മനസ്സിലാക്കുന്നത്? പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം. എന്നോട് പറഞ്ഞിട്ടുണ്ടായതില്ല, നീ മാത്രം എന്താ അങ്ങനെ മനസ്സിലാക്കിയത്? 3 കോടി എന്ന് മനസ്സിലാക്കിയെന്താ? 3 കോടി എന്നല്ല അതിന്റെ അർത്ഥം. കോടി 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 എന്ന് പറഞ്ഞാൽ കോടിനെ കോടിയിൽ ഗുണിക്കണം, ആ കിട്ടുന്ന ഉത്തരം വീണ്ടും ഗുണിക്കണം. വലിയ സംഖ്യയാണ്. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഇന്നുവരെയുള്ള മനുഷ്യന്മാരൊക്കെ മരിക്കുന്നത് വരെ എണ്ണിയാലും തീരാത്തൊരു സംഖ്യ. അത് ശരിക്കും മനസ്സിലായിക്കോളി. ഓരോന്നായിട്ട് മൊത്തം എണ്ണാൻ എളുപ്പമുണ്ട്, ഇജ്മാലിയായ അത് പറയാൻ എളുപ്പമുണ്ട്, തഫ്സീലിയായിട്ട് അതിന് എണ്ണാൻ കഴിയൂല. നമ്മളൊക്കെ ഇരുന്ന് എണ്ണിയാലും മരിക്കോളം എണ്ണിയാലും തീരൂല. അത് അത്രയും വലിയ ഒരു സംഖ്യ വെള്ളത്തിന്റെ തന്മാത്രകൾ ഒരു തുള്ളി വെള്ളത്തിലുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതിൽ നിന്നുള്ള ഒരു തന്മാത്ര എടുത്താൽ അതിന് ഓക്സിജൻ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞ 2 തരം ആറ്റങ്ങളാണ്. ആ ആറ്റങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രപഞ്ചമാണ്. സൂര്യനും അതിന്റെ ചുറ്റുഭാഗത്തും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കൂടിയിട്ടുള്ള ഈ സൗരയൂഥത്തെ പോലെയുള്ള അതിനൊരു കേന്ദ്രമുണ്ട്. അതിന്റെ ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുള്ള മറ്റു ചില അണുക്കൾ അതിങ്ങനെ അതിന്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. ഏതിന്റെ ഉള്ളില്? എവിടെ നീ നോക്കുന്നത്? നീ എവിടുന്നാണ് വന്നത്? നീ എന്താ അങ്ങോട്ട് നോക്കുന്നത്? ഏതിന്റെ ഉള്ളിലെന്നാ പറയുന്നത്? ഒരു തുള്ളി വെള്ളത്തിന് കോടി 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 അംശമാക്കിയിട്ടുള്ള അതിൽ നിന്നുള്ള ഒരംശം അതിന്റെ ഉള്ളിലാണ് ഈ പറയുന്നത്. ഓക്സിജൻ, ഹൈഡ്രജൻ, അതിൽ നിന്നൊരു ആറ്റം ഓക്സിജനോ ഹൈഡ്രജനോ ഏതെങ്കിലും എടുത്ത് അതിന്റെ ഉള്ളിലാണ് കറങ്ങുന്നത്. എത്രയാണ് കറങ്ങുന്ന ഒരു പ്രകാശം? ഏകദേശം 3 ലക്ഷം കിലോമീറ്ററാണ് ഒരു പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്നത്. അത്രയും നീളമുള്ള ഒരു
കയറെടുത്തിട്ട് അത് ഇത്രയും ചെറിയ ഒരു കണികയുടെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ ചുറ്റുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ചുറ്റേണ്ടി വരും? കണക്കൂട്ടിങ്ങള് എത്ര പ്രാവശ്യം ചുറ്റേണ്ടി വരും? ആ പ്രകാശവേഗതയിലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എത്ര കോടിക്കണക്കിനുള്ള കറക്കങ്ങളാണ് ഒരു സെക്കൻഡിൽ ആ ഒരു ഓക്സിജന്റെ ഹൈഡ്രജന്റെ ആറ്റത്തിന്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ കറക്കങ്ങളുടെ എണ്ണം നമ്മൾ കൂടുകയാണെങ്കിൽ എത്ര കോടികളായിരിക്കും. ഇതൊക്കെ ഒരു തുള്ളി വെള്ളത്തിലാണ്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ എന്തിനാ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. ഇതൊക്കെ വെറുതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അതൊക്കെ അല്ലാഹുവിന്റെ തസ്ബീഹുകളാണ്. തഹ്മീദുകളാണ്. അതൊക്കെ വൈമിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. അല്ലാഹുവിന്റെ തസ്ബീഹും തഹ്മീദും ഇല്ലാത്തൊരു വസ്തു ലോകത്തില്ല. നിങ്ങളത് കേൾക്കണില്ല, നിങ്ങളത് അറിയുന്നില്ല, ആ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവണില്ല. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും. അപ്പോ ഒരു തുള്ളി വെള്ളത്തിന്റെ ഉള്ളിലുള്ള തസ്ബീഹുകളും തഹ്മീദുകളും കറക്കങ്ങളും ചലനങ്ങളും വിളക്കങ്ങളും അനക്കങ്ങളും എത്രയാണ്? ഇതൊക്കെ പഠിക്കണ്ടേ? ഇതൊക്കെ പഠിക്കണം. അതാണ് മുതഅല്ലിം. തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മലഇൽ ലഅലാ ഇലൈക റസായിലു വഖദ് ഖുത്ത ഫീഹാ ലൗ ഖറഅത സുതൂറഹാ. അതിന്റെ വരികൾ. ഈ ലോകം എന്ന് പറയുന്നത് വലിയ പുസ്തകമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് വലിയ ഒരു പുസ്തകമാണ്, വലിയ ഒരു കിതാബാണ്. കിതാബ് ഓതാൻ പോകുകയെന്ന് പറയുന്നില്ലേ? ഈ പ്രപഞ്ചമാകുന്ന കിതാബ് ഓതി പഠിക്കണമെങ്കിൽ അതിന്റെ പേജുകളും താളുകളും മറിച്ചിടണം, അതിന്റെ വരികൾ നോക്കി വായിക്കണം. തമ്മൽ സുതൂറൽ കായിനാത്തി. കായിനാത്തുകളാകുന്ന ഈ ഗ്രന്ഥത്തിന്റെ പേജുകൾ മറിച്ചതിന്റെ വരികൾ നീ ഒന്ന് വായിച്ചു നോക്ക്. തഅമ്മൽ സുതൂറൽ കായിനാതി ഫഇന്നഹാ മിനൽ മലഇൽ ലഅലാ ഇലൈക റസായിലു. പടച്ച തമ്പുരാൻ നിനക്ക് പഠിക്കാൻ വേണ്ടി തന്ന കിതാബുകളാണത്. പടച്ച തമ്പുരാൻ നിനക്ക് പഠിക്കാൻ വേണ്ടി തന്ന കിതാബുകളാണ് ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ഈ പ്രപഞ്ചമാകുന്ന വലിയ കിതാബ്, അതിന്റെ ഏടുകൾ, അതിന്റെ വരികൾ. മിനൽ മലഇൽ ലഅലാ ഇലൈക റസായിലു എന്നാ പറഞ്ഞത്. അപ്പൊ ആ വലിയ കിതാബ് ഓതിപ്പഠിക്കാനുള്ള ആമുഖമാണ് നമ്മളിപ്പോ പഠിക്കുന്ന കിതാബ്. അതാണ് ആ കിതാബിലേക്കാണ് കടന്നാല് ഒരു തുള്ളി വെള്ളത്തിൽ ഇത്ര മാത്രം അല്ലാഹുവിന്റെ അത്ഭുതങ്ങളുണ്ടെങ്കിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിമാനികൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഈ ആകാശഭൂമിയിൽ ഇങ്ങനെ. അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി. ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിക്കും. സുബ്ഹാനക മാ ഖലഖ്ത എന്നവർ പറയുകയും ചെയ്യും. പടച്ചവനെ ഇതൊന്നും വെറുതെ പടച്ചതല്ല. ഇതിന്റെ രഹസ്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുമ്പോൾ ലൈസ ഫിൽ ഇംകാനി അബ്ദഅ മിമ്മാ കാൻ. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, ലൈസ ഫിൽ ഇംകാനി അബ്ദഅ മിമ്മാ കാൻ. ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊരു മണൽ തരിയെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് അതിലുള്ള ഹിക്മത്തുകൾ വലിയ മഹത്വമുള്ള വലിയ അല്ലാഹുവിന്റെ ഹിക്മത്തുകൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനേക്കാൾ സുന്ദരമായ ഒന്ന് വേറെയില്ല. ഈ ലോകത്തിലുള്ള ചലനങ്ങളും അടക്കങ്ങളും അനക്കങ്ങളും ഒക്കെ. അപ്പൊ ഇതൊക്കെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ചെന്നത്തെ അറിവാ. അല്ലാഹു അപ്പൊ ഇങ്ങനെ മറട്ടക്ക, ആ മറങ്ങനെ ഉയർത്തണം. ഇന്നല്ലാഹി തആല 70,000 ഹിജാബ്. അല്ലാഹു തആലാക്ക് 70,000 മറകളുണ്ട്. ലൗ കശഫഹ, അത് മുഴുവനും നീക്കിയാലോന്നോ അതിനേതെങ്കിലും ഒന്ന് നീക്കിയാലോന്നോ എന്തോ അല്ലാഹു ആലം. അതിനെ നീക്കിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാത്ത് വജ്ഹി മന്ദഹ ഇലൈഹി ബസറുഹു. അല്ലാഹുവിന്റെ ആ പരിശുദ്ധത, ആ പ്രകാശം ചെന്നെത്തുന്ന സ്ഥലത്തുള്ള സകലത്തിനെയും അത് കരിച്ചു കളയുന്നു. അപ്പൊ നമ്മളെ കൽബ് വളരെ ചെറിയ കൽബാണ്, ഇളയ കൽബാണ്. ഇളം പ്രായത്തിലുള്ള ഇളയ കൽബുകളാണ് നമ്മൾക്കുള്ളത്. ആ കൽബിന് ശക്തി ഉണ്ടാകണം.
നമ്മളെ മനസ്സിന് ശക്തി ഉണ്ടാകണം. അപ്പോഴേ അല്ലാഹു തആല മറച്ചു വെച്ച 70,000 ഹിജാബ് 70,000 മറ കൊണ്ടിട്ട് അല്ലാഹു മറച്ചു വെച്ച് നമ്മൾക്ക് പ്രവേശനമില്ല, മംനൂഉ ദുഖൂൽ, അങ്ങോട്ട് പ്രവേശനമില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറകിട്ട് നീക്കാൻ ഉള്ള പക്വതയും പാകതയും ഉണ്ടാവുന്നതിനനുസരിച്ച് കൊണ്ട് അല്പാൽപമായി ആ മറ ഇങ്ങനെ നീക്കിത്തരും. അല്ലാത്ത നിലയിൽ നീക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞു പോകും. അതുകൊണ്ടിട്ടാണ് എത്രമാത്രം ഇൽമുണ്ടാകുന്നുവോ അത്രമാത്രം നമ്മൾക്ക് ഇൽമിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടും. അപ്പോ കൂടുതൽ 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 മുതഅല്ലിമാവാനുള്ള പ്രയത്നത്തിലാണ് നമ്മളുള്ളത്. ആ വഴിയിൽ നമ്മൾ മുറിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹു നേരത്തെ പ്രസന്നവകൾ സൂചിപ്പിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇന്തിഖാബാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത, അല്ലാഹു അവന്റെ അമ്പിയാക്കളെ തെരഞ്ഞെടുത്തതുപോലെ തെരഞ്ഞെടുത്ത മുതഅല്ലിമീങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നിങ്ങളൊന്നും ഒഴുക്ക് പറ്റാത്ത നിലക്ക് മൊബൈലിൽ ഇങ്ങനെ സമയം കളഞ്ഞുകാണ്ട് വേണ്ടാത്തതിന് സമയം കളയരുത്, ഒരിക്കലും പാഴാക്കരുത്. ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി, ഇൽമു കൊണ്ട് ശുഗലാകലാണ് പിന്നെ അഫ്ളലി താഅത്തി, ഏറ്റവും നല്ല താഅത്ത് എന്നുള്ള ആ തത്വം നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ പ്രതിനിധികളായ ഉലമാവിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നവരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മളെ സ്വന്തം നഫ്സിനും നമ്മളെ കുടുംബത്തിനും നമ്മളെ സമൂഹത്തിനും നമ്മളെ സംഘടനകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന വലിയ ഒരു മനുഷ്യൻ, ഒരു ഈ ഭൂമിയിലുള്ള ഒരാള് ഇൽമു പഠിക്കുകയും ഈ ഭൂമിയിലുള്ള ഒരാള് ഇൽമു പഠിക്കുകയും എന്നിട്ട് അതുകൊണ്ട് ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യുകയും ചെയ്താൽ അവനൊരു പേരുണ്ട്. എന്താ പേര്? അവന് വിളിക്കപ്പെടും വാനലോകത്ത് അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തിന്റെ ലോകത്ത് അവൻ എന്താ വിളിക്കപ്പെടുക? ദീനിയായ ഇൽമു പഠിക്കുകയും ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അവൻ എന്താ വിളിക്കപ്പെടുക? അലീം, മഹാൻ എന്താ വിളിക്കപ്പെടുക? അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടാൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നേർമറിച്ച് നമ്മൾ ഇൽമു പഠിച്ച് അതുകൊണ്ട് അമൽ ചെയ്തില്ല, ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് പോയി, മീമിന്റെ ഫത്ഹ് പോയി, മഹാൻ എന്നുള്ളത് പോയി, പിന്നെ വമ്മായി മാറും. മീമിന് വമ്മിതാൻ എന്താ വരിക? മുഹാൻ. അപ്പൊ മുഹാനായി പോകരുത്, മഹാനാകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഈ മുതഅല്ലിമീങ്ങളുടെ, നിങ്ങളെല്ലാവരും ചെറുപ്പക്കാരായ കുട്ടികളാണ്. നിങ്ങളൊക്കെ ഞങ്ങൾക്കെല്ലാവർക്കും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അതിന് നേതൃത്വം വഹിക്കുന്ന പണ്ഡിതന്മാർക്കും മൺമറഞ്ഞു പോയ മഹത്തുക്കൾക്കും നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 90-ാം വാർഷിക ആദർശ മഹാസമ്മേളനം അത് ഒമ്പിച്ച വിജയമാക്കി തരുവാൻ അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും വിജയമാക്കി തന്നുകൊണ്ട് അല്ലാഹു നമ്മൾക്ക് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് കൊണ്ട് വിഷയങ്ങളിലേക്കൊന്നും തന്നെ പ്രവേശിക്കാതെ വഴിമാറിക്കൊടുത്തുകൊണ്ട് ഈ മുബാറക്കായ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പുണ്യ നാമം കൊണ്ട് വാക്യം കൊണ്ട് ഈ മുബാറക്കായ മജ്ലിസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാക്ഷര സുന്ദര കേരളത്തിന്റെ അക്ഷരവൈഭവങ്ങൾക്ക് സമ്പൂർണ്ണ സാക്ഷാത്കാരം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യനായ ജഫ്രി അത്തുക്കോയത്തങ്ങൾ വിഷയാവതരണം നടത്തുന്നു.
തങ്ങളവരുടെ അധ്യക്ഷന് വേണ്ടി സാദരം പ്രസംഗത്തിലേക്ക് ക്ഷണിക്കുന്നു.